കുഞ്ഞുമണികളെ, കഥ കേൾക്കാൻ റെഡിയാണോ? ശരി, എല്ലാവരും അച്ചന്തമുള്ള മൂക്കിലൊന്നു തൊട്ടേ. അങ്ങനെ തന്നെ. ഇനി ആ മൂക്കിനെ ഒന്ന് പിടിച്ചു നോക്കിയേ. കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ? മൂക്കിനെ ഒന്ന് നീട്ടാൻ പറ്റുമോ നോക്കിയേ. പറ്റുന്നുണ്ടോ? ഇല്ല അല്ലേ? ഇന്ന് കഥ പറയാൻ പോകുന്നതേ കള്ളം പറഞ്ഞാൽ മൂക്ക് നീണ്ടുവരുന്ന ഒരു കുട്ടിയെ കുറിച്ചാ. ഈ കുട്ടിയുടെ പേര് 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 പറയാം, പക്ഷേ നമ്മൾ കഥ പറഞ്ഞു തുടങ്ങിയതിന് ശേഷം. ഒരിടത്തൊരിടത്ത് ഒരു മരപ്പണിക്കാരൻ ഉണ്ടായിരുന്നു. മരപ്പണിക്കാരൻ എന്ന് പറഞ്ഞ ആരാണ്? തടി കൊണ്ട് സാധനങ്ങളൊക്കെ ഉണ്ടാക്കുന്ന ആൾ, കാർപ്പന്റർ. അദ്ദേഹം കട്ടിലുണ്ടാക്കും, മേശയുണ്ടാക്കും, കസേരയുണ്ടാക്കും, അലമാരകൾ ഉണ്ടാക്കും, അങ്ങനെ പല സാധനങ്ങൾ ഉണ്ടാക്കും. അദ്ദേഹത്തിന്റെ പേര് പറയാൻ ഞാൻ മറന്നുപോയി കേട്ടോ. ഗെപ്പറ്റോ. എന്താ പേര്? ഗെപ്പറ്റോ. ഗെപ്പറ്റോ ഒരു ദിവസം വ്യത്യസ്തമായ ഒരു സാധനമുണ്ടാക്കി. തടി കൊണ്ടുള്ള ഒരു പാവ, ഒരു മരപ്പാവ. ആ പാവയ്ക്ക് ആൺകുട്ടിയുടെ മുഖമായിരുന്നു. ഈ ഗെപ്പറ്റോയ്ക്ക് മക്കളില്ലായിരുന്നു. അദ്ദേഹത്തിന് വലിയ ആഗ്രഹമായിരുന്നു ഒരു മകൻ വേണമെന്ന്. അതുകൊണ്ടാണ് അദ്ദേഹം ഒരു പാവയെ ഉണ്ടാക്കിയത്. സുന്ദരമായ പാവ ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ അദ്ദേഹം ആലോചിച്ചു, ഹോ, ഇത് യഥാർത്ഥത്തിലുള്ള ഒരു കുട്ടിയായിരുന്നെങ്കിലോ, എന്റെ മകനായിരുന്നെങ്കിലോ എത്ര നന്നായിരുന്നു. ഞാൻ അവനെ പൊന്നുപോലെ നോക്കിയേനെ. അപ്പോഴാണ് ആ വഴി ഒരു ദേവത വന്നത്. ദേവത ഗെപ്പറ്റോയെ കണ്ടു, ഗെപ്പറ്റോയുടെ പാവയും കണ്ടു. ഹായ്, എന്തു ഭംഗിയാണ് ഈ പാവയെ കാണാൻ. പാവം ഗെപ്പറ്റോ സങ്കടപ്പെട്ടിരിക്കുകയാണ്. ഒരു കാര്യം ചെയ്യാം, ഈ പാവയ്ക്ക് ജീവൻ കൊടുത്തേക്കാം. ആ ദേവത ഗെപ്പറ്റോയുടെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു. എന്നിട്ട് പറഞ്ഞു, ഗെപ്പറ്റോ, നിന്റെ ആഗ്രഹം പോലെ ഞാൻ ഇതിന് ജീവൻ കൊടുക്കാം. അതെയോ? ഇതിന് ജീവൻ കൊടുക്കാൻ പറ്റുമോ? അതായത് എനിക്കൊരു മകനെ കിട്ടുമെന്നോ? തീർച്ചയായും ഈ പാവ ജീവനുള്ള ഒരു കുട്ടിയായി മാറും. ആ കുട്ടിയെ നിന്റെ സ്വന്തം മകനായി നിനക്ക് വളർത്താം. ഗെപ്പറ്റോയ്ക്ക് സന്തോഷമായി. ദേവത ഒരു കാര്യം കൂടി പറഞ്ഞു, ഈ കുട്ടി വളരുമ്പോൾ നല്ല സ്വഭാവമുള്ള കുട്ടിയായി വളരണം. അതിനു വേണ്ടി ഞാനൊരു ചെറിയ തന്ത്രം കൂടി ചെയ്യുന്നുണ്ട്. എന്താണെന്നോ? ഗെപ്പറ്റോ ഇങ്ങനെ അതിശയിച്ച് നിൽക്കുക. എന്ത് തന്ത്രത്തിന്റെ കാര്യമാണ് ദേവത പറയാൻ പോകുന്നത്? അതായത് ഇവൻ വളർന്നു വരുമ്പോൾ എന്തെങ്കിലും കാരണവശാൽ കള്ളം പറയുകയാണെങ്കിൽ ഇവന്റെ മൂക്ക് നീണ്ടു വരും, ചെവികളും നീണ്ടു വരും. അത് നന്നായി, ഗെപ്പറ്റോയും വിചാരിച്ചു. കാരണം കുട്ടികൾ കള്ളം പറയാതെ നല്ല സ്വഭാവമുള്ള കുഞ്ഞുങ്ങളായി വളരണ്ടേ. കാരണം കള്ളം പറയുക എന്ന് പറയുന്നത് ഒരു മോശ സ്വഭാവമല്ലേ. അപ്പൊ മോശ സ്വഭാവം കാണിച്ചാൽ മാത്രമല്ലേ മൂക്കും ചെവിയും വളരുകയുള്ളൂ. അപ്പോ കുഴപ്പമില്ല, ഗെപ്പറ്റോയും വിചാരിച്ചു. പാവയ്ക്ക് ജീവൻ വെച്ചു. പാവയൊരു കൊച്ചു കുട്ടിയായി മാറി. ഗെപ്പറ്റോ മനസ്സിൽ കണ്ടതുപോലെ തന്നെ ഒരു ഓമനത്വമുള്ള ഒരു ആൺകുട്ടി. എന്റെ കണ്ണുകളെ എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഇവിടെ എന്താ സംഭവിച്ചത്? എന്റെ പാവയ്ക്ക് ജീവൻ വെച്ചോ? അത്ഭുതം തന്നെ. ഗെപ്പറ്റോയ്ക്ക് സന്തോഷമായി. ചക്കര മോനെ എന്ന് പറഞ്ഞ് ഗെപ്പറ്റോ ആ കുഞ്ഞിനെ കെട്ടിപ്പിടിച്ചു. ഞാൻ നിന്നെ പൊന്നുപോലെ നോക്കാം, എന്നെ വിട്ട് എവിടെയും പോകല്ലേ, ഗെപ്പറ്റോ പറഞ്ഞു. ആ കുട്ടി തലയാട്ടി. ഞാനാണ് നിന്റെ അച്ഛൻ, ഗെപ്പറ്റോ പറഞ്ഞു. ഇത് നിന്റെ വീട്, നീ ഇവിടുന്ന് എങ്ങും പോവല്ലേ. ഇല്ല, ഞാൻ എവിടെയും പോവില്ല, കുട്ടി പറഞ്ഞു. നിനക്കൊരു പേര് വേണ്ടേ? നിനക്കൊരു പേര്, നല്ല ഒരു പേര് കിട്ടി, പിനോക്കിയോ. പിനോക്കിയോ? നീ ഇന്നു മുതൽ പിനോക്കിയോ എന്ന് അറിയപ്പെടും, ഗെപ്പറ്റോ പറഞ്ഞു. പിന്നീടുള്ള ദിവസങ്ങളിൽ
ഗെപ്പറ്റോ വളരെ ഉത്സാഹവാനായിരുന്നു. കാരണം അദ്ദേഹം ഒറ്റയ്ക്കല്ല, തന്റെ മകൻ കൂടെയുണ്ട്. കുട്ടിയെ സ്കൂളിൽ ചേർക്കണം, നന്നായി പഠിപ്പിക്കണം, നല്ല ഭക്ഷണം കൊടുക്കണം, അവന് സമ്മാനങ്ങൾ കൊടുക്കണം, നല്ല വസ്ത്രം കൊടുക്കണം, പുറത്തു കൊണ്ടുപോകണം, കാഴ്ചകൾ കാണിക്കണം. എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ഗെപ്പറ്റോ പിനോക്കിയോയെ സ്കൂളിൽ ചേർത്തു. അയൽപ്പക്കത്തുള്ള കുട്ടികളോടൊപ്പം അവനും സ്കൂളിൽ പോകാൻ തുടങ്ങി. എന്നാലേ ഈ പിനോക്കിയോ വലിയ കുസൃതിക്കുട്ടനായിരുന്നു. അച്ഛനോട് സ്കൂളിൽ പോവുകയാണെന്നും പറഞ്ഞ് വീട്ടിൽ നിന്നിറങ്ങും. എന്നിട്ട് സ്കൂളിൽ പോകുമോ? ഇല്ല. കൂട്ടുകാരുമൊത്ത് എവിടെയെങ്കിലും കളിച്ചു നിൽക്കും, അല്ലെങ്കിൽ കറങ്ങി നടക്കും. അത് ശരിയാണോ കുഞ്ഞുമണികളെ? അച്ഛനും അമ്മയും നമ്മളോട് പറയുന്ന കാര്യങ്ങൾ നമ്മൾ അനുസരിക്കണ്ടേ? നമ്മൾ സത്യസന്ധമായിട്ട് വേണ്ട കാര്യങ്ങൾ ചെയ്യാൻ. കള്ളത്തരം കാണിക്കുന്നത് തെറ്റല്ലേ? തെറ്റാണ്. ഒരു ദിവസം ഗെപ്പറ്റോ ചില സാധനങ്ങൾ വാങ്ങാനായി ചന്തയിലേക്ക് പോകുന്ന വഴി പിനോക്കിയോ സ്കൂളിൽ പോകാതെ കൂട്ടുകാരുമൊത്ത് കളിച്ചു നിൽക്കുന്നത് കണ്ടു. തിരികെ വീട്ടിലെത്തിയതും ഗെപ്പറ്റോ ചോദിച്ചു, പിനോക്കിയോ, നീ എന്താ ഇന്ന് സ്കൂളിൽ പോകാഞ്ഞേ? ഞാൻ സ്കൂളിൽ പോയല്ലോ, പിനോക്കിയോ പറഞ്ഞു. കള്ളം പറയരുത്. ഹേയ് അച്ഛാ, ഞാൻ സ്കൂളിൽ പോയി, പിനോക്കിയോ പറഞ്ഞു. പിനോക്കിയോ കള്ളം പറഞ്ഞു. കുഞ്ഞുമണികളെ, കള്ളം പറഞ്ഞാൽ പിനോക്കിയോക്ക് എന്ത് സംഭവിക്കും? അത് തന്നെ, മൂക്ക് നീണ്ടുവരും, ചെവികളും നീണ്ടുവരും. വന്നു. കള്ളം പറഞ്ഞപ്പോ പിനോക്കിയോയുടെ ചെവിയും നീണ്ടുവന്നു, മൂക്കും നീണ്ടുവന്നു. അതോടുകൂടി പിനോക്കിയോ ആകെ വിഷമത്തിലായി. തന്റെ ഭംഗിയെല്ലാം പോയി. ചെവി നീണ്ടു, മൂക്ക് നീണ്ടു, പഴയ പിനോക്കിയോയെ പോലെയല്ല. അപ്പോൾ അച്ഛൻ പറഞ്ഞു, ഇനി നീ കള്ളം പറഞ്ഞാൽ വീണ്ടും നിന്റെ മൂക്കും ചെവിയും നീളാൻ തുടങ്ങും. പിന്നെ നിന്നെ ആരും തിരിച്ചറിയുക പോലുമില്ല. അച്ഛനോട് ദേഷ്യപ്പെട്ട് പിനോക്കിയോ വീട് വിട്ടുപോയി. പിനോക്കിയോയെ അന്വേഷിച്ച് പല സ്ഥലങ്ങളിലും ഗെപ്പറ്റോ പോയി. ഇനി നാട് വിട്ടെങ്ങാനും പോയോ എന്നറിയാൻ വേണ്ടി അദ്ദേഹം ഒരു ബോട്ടിൽ യാത്ര ആരംഭിച്ചു, പിനോക്കിയോയെ കണ്ടെത്താനായി. എന്നാൽ ആ ബോട്ട് കടലിൽ വെച്ച് ഒരു തിമിംഗലം വിഴുങ്ങി. ഗെപ്പറ്റോ യാത്ര ചെയ്തിരുന്ന ബോട്ടിനെ തിമിംഗലം വിഴുങ്ങിയ വിവരം പിനോക്കിയോ അറിഞ്ഞു. അയ്യോ, എന്റെ അച്ഛൻ! തിമിംഗലത്തിന്റെ വായിൽ നിന്നും എന്റെ അച്ഛനെ എങ്ങനെയും രക്ഷിക്കണം എന്ന് തീരുമാനിച്ചുകൊണ്ട് പിനോക്കിയോ അച്ഛനെ രക്ഷിക്കാനായി കടലിലേക്ക് പോയി. അങ്ങനെ കടലിൽ വെച്ച് പിനോക്കിയോ ആ തിമിംഗലത്തെ കണ്ടു. എന്നാൽ ആ തിമിംഗലം പിനോക്കിയോയെയും വായിലാക്കി. അയ്യോ, തിമിംഗലത്തിന്റെ വായുടെ ഉള്ളിൽ അതാ അച്ഛനും. പിനോക്കിയോ അച്ഛനെ കണ്ട് കെട്ടിപ്പിടിച്ചു. അച്ഛാ, ഞാനിനി അച്ഛനെ വിട്ട് എവിടെയും പോവില്ല, നമുക്ക് ഇവിടെ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെടണം, പിനോക്കിയോ പറഞ്ഞു. എന്ത് ചെയ്യാം എന്നാലോചിച്ചിരുന്നപ്പോഴാണ് ഗെപ്പറ്റോയുടെ ബോട്ടിൽ ഒരു സഞ്ചി നിറയെ മരപ്പൊടി ഇരിക്കുന്നത് പിനോക്കിയോ കണ്ടത്. ഗെപ്പറ്റോയും പിനോക്കിയോയും ആ മരപ്പൊടി എടുത്ത് ശക്തമായി ഊതാൻ തുടങ്ങി. പൊടി അവിടെയെല്ലാം പരന്നപ്പോഴേക്കും നമ്മുടെ തിമിംഗലത്തിന് ശ്വാസം മുട്ടി. തിമിംഗലം തുമ്മാൻ തുടങ്ങി. തിമിംഗലം ആഞ്ഞു തുമ്മിയപ്പോഴേക്കും ഗെപ്പറ്റോയും പിനോക്കിയോയും അവരുടെ ബോട്ടും വായിൽ നിന്നും തെറിച്ചു വെളിയിലേക്ക് വീണു. പെട്ടെന്ന് തന്നെ സർവശക്തിയും എടുത്ത് ബോട്ട് തുഴഞ്ഞ് അവര് രക്ഷപ്പെട്ടു. അങ്ങനെയാണ് പിനോക്കിയോ അച്ഛനെ രക്ഷിച്ചത്. അതിനുശേഷം അവൻ കള്ളം പറഞ്ഞിട്ടില്ല. അവന്റെ മൂക്കും ചെവികളും നീണ്ടു നീണ്ടു വന്നിട്ടുമില്ല. ഇതാണ് പിനോക്കിയോയുടെ കഥ. കുഞ്ഞുമണികൾക്ക് ഇഷ്ടമായോ? കഥയോടൊപ്പം ചക്കരക്കുട്ടികളുടെ പേരുകൾ കൂടി പറയാനുണ്ട്. ആല മെഹഫൂസ, ജതിൻ ദാസ്, സിഞ്ചു ഗൗരി, അയാൻ ആൻഡ് സിയാൻ, ആയുക്കുട്ടൻ ആൻഡ് ഷാനുക്കുട്ടൻ, രുദ്ര, കൂടറഞ്ഞി സെന്റ് സെബാസ്റ്റ്യൻ സ്കൂളിൽ പഠിക്കുന്ന ആവണി എന്ന കിങ്ങിണിക്കുട്ടി, നൈവേദ്യ എന്ന ദിയക്കുട്ടി, അദ്വൈ മോനാണ്.
പിനോക്കിയുടെ കഥ തന്നെ പറയണേ എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് മെസ്സേജ് അയച്ചത്. ജാൻവി ജയ് എന്ന ജാനിക്കുട്ടി. എല്ലാ ചക്കരക്കുട്ടികൾക്കും നിറയെ സ്നേഹം, ഉമ്മ. കഥയോടൊപ്പം കുഞ്ഞുങ്ങളുടെ പേരുകൾ കൂടി പറയണമെങ്കിൽ അതിനെന്ത് ചെയ്യണം എന്നുള്ളത് നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ പറയാം, നോക്കണേ. അപ്പോൾ നമുക്കിനി മറ്റൊരു കഥയുമായി കാണാം.